ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ കൃപാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നേടിയെടുക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കേൾക്കാൻ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ, ലോകമെമ്പാടുമുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തി ഇവരിലേക്ക് ഒഴുകാൻ ഇടവരുത്തണമേ. കർത്താവെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് തന്നെ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ, രോഗശാന്തികൾ ലഭിക്കട്ടെ, അടയാളങ്ങൾ ലഭിക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും അങ്ങ് ഉത്തരം കൊടുക്കണമേ. കർത്താവെ, നിൻ്റെ കാരുണ്യം മക്കളുടെ വർഷിക്കണമേ. കർത്താവിന് തിരുസഭ ഈ വർഷം വിശ്വാസ വർഷമായിട്ട് ആചരിക്കുമ്പോൾ ദൈവമേ, വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച ഈ മണിക്കൂറിലെല്ലാം മക്കൾക്കും കൊടുക്കണമേ. ആമേൻ. ദൈവമക്കളെ, നമുക്കിന്ന് ശ്രദ്ധയോടെ കേൾക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ തിരുവചനം. ജീവന്റെ അപ്പം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2 വർഷം മുമ്പ് ഞങ്ങളുടെ ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. ഭയങ്കരമായ മദ്യപാനി, പുകവലിക്ക് അടിമപ്പെട്ട വ്യക്തി. കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ കൊണ്ട് മടുത്തു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളും ശരിക്കും ഒരുപാട് വേദനയിലും ദുഃഖത്തിലായിരുന്നു. അപ്പോൾ ചില ആളുകളുടെ നിർബന്ധം കൊണ്ടാണ് ഈ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നത്. താല്പര്യമില്ലാതെ തന്നെ ഈ മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കപ്പെട്ടു. ധ്യാന അവസരത്തിൽ വെച്ച് സംഭവിച്ചത്, ധ്യാന അവസരത്തിൽ നൽകപ്പെട്ട പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തിരുവചനം അമ്മനകൻ്റെ മനസ്സിലേക്ക് വല്ലാണ്ട് പതിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോയി, ഞാൻ ഇനിയുള്ള കാലങ്ങളിൽ കഴിവതും ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഞാൻ രാവിലെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും, കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും, അങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള സഹോദരങ്ങൾ എന്നെ സമീപിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അച്ഛൻ, ഇദ്ദേഹത്തിന് ഭയങ്കരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, കുടുംബകാര്യങ്ങൾ നല്ല ഉത്തരവാദിത്വം, ഭാര്യയ്ക്കും മക്കൾക്കും ഭയങ്കര സന്തോഷം, അദ്ദേഹം സഹോദരങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹം ചുമട്ടുതൊഴിലാളിയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഒരു അത്ഭുത ജീവിയായിട്ട് മാറിയിരിക്കുന്നു, അത്ഭുത വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു. എന്താ വെച്ചാൽ സംഭവിച്ചത്? എന്നിട്ട് അവർ പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം എന്നും പള്ളിയിൽ പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതായിരുന്നു, കഴിഞ്ഞ 2 വർഷം മുമ്പ് തൊട്ട് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് അതിൽ ജീവിച്ചു ഞാൻ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് മാറ്റം വന്നു, മുഖത്തിന് മാറ്റം വന്നു. അവർ പറയാം, മുഖത്ത് ഭാവത്തിന് മാറ്റം വന്നു, സകലത്തിനും ചേഞ്ച് വരിക. അതാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തി. അതാണ് ഈ തിരുവോസ്തി ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്ന വ്യക്തി ആ ദിനംപ്രതി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പ്രകാശം വന്നുകൊണ്ടിരിക്കും. അവൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അവനിലെ ആസക്തികൾ കെട്ടടങ്ങിപ്പോകും. അവൻ്റെ ലോകത്തോടുള്ള ആർത്തി, പാപത്തിൻ്റെ ആർത്തി അവനെ വിട്ടുപോകും. ലൗകികമായ അപ്പം ഭക്ഷിച്ചത് മാറില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇവിടെ ഈശോ നമുക്കറിയാം, ഈശോ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ആ വലിയ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ ആളുകൾ ഓടിക്കൂടുന്നതിന് ഈശോയിൽ നിന്ന് അപ്പം ഭക്ഷിക്കാൻ വേണ്ടി. അപ്പം കിട്ടുമോ?
ഈശോ കൊടുക്കുന്ന അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക, അവരപ്പം തേടി വരിക. പക്ഷെ പിന്നീട് ഈശോ കൊടുക്കുന്നില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ഇത് ഭക്ഷിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ, ഇത് ഭക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അതാണ് യോഹന്നാന്റെ 6:27 ഏറ്റവും വലിയ വചനം പഠിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, ജീവന്റെ അപ്പം ഭക്ഷിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. ഇത് മനുഷ്യൻ പ്രശ്നം തീർക്കാൻ വേണ്ടി അപ്പം ഭക്ഷിക്കാൻ നടക്കുക. ചിലപ്പോൾ ധ്യാനങ്ങൾ പോലും കാണാൻ പറ്റും, അച്ഛൻ ഈ പ്രശ്നം മാറിയാൽ മതി, രോഗം ഒന്ന് മാറിക്കിട്ടിയാൽ മതി, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, പൈശാചികത്തെ ഒന്ന് ബഹിഷ്കരിച്ചെന്നാൽ മതി, ഒക്കെ ശരിയാവും. പക്ഷേ ഇതിനേക്കാളും പറയുന്നത് ഫലം, നിലനിൽക്കുന്ന ഫലം. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവന് ഒരു അനുഭവം ഉണ്ടാകണം, അവന് മാറ്റങ്ങൾ വരണം, അവൻ്റെ കളറ് മാറണമെങ്കിൽ, അവൻ്റെ നിറം മാറ്റം വരണമെങ്കിൽ, അവന് സന്തോഷം ഉണ്ടാകണം, അവൻ്റെ കുടുംബത്തിന് മാറ്റം, അവനായിരിക്കുന്ന മേഖലകൾക്ക് മുതൽ മാറ്റമുണ്ടാകാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന അല്പം ഈ ദിവ്യൻ്റെ അപ്പം ഇത് ഭക്ഷിക്കണം. അല്ലാണ്ട് ഈ പച്ചവെള്ളം കുടിച്ചുകൊണ്ടാണ് എത്ര കഴിച്ചാലും മാറില്ല, ഇത് കുടിച്ചാലും മാറില്ല, അവൻ്റെ ദാഹം മാറില്ല. അതിനാണ് ഈശോ സമരയക്കാരിയോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ഈശോ സമരയക്കാരോട് പറയുന്ന വചനം അത് തന്നെയാണ്. നമുക്കറിയാം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നും നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറും ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്കും തരിക, മേലെനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അതായത് ഈശോയോട് അവൾ ചോദിക്കുന്നത് പച്ചവെള്ളമാണ്, പക്ഷേ ഈശോ കൊടുക്കുന്നത് ജീവജലമാണ്. അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ജീവജലത്തിന്റെ പവർ അറിയാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ പവർ അറിയാൻ പറ്റുന്നില്ല. പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ജീവജലമാണ്, ഈശോയുടെ ചങ്കിൽ നിന്നൊഴുകുന്ന ജീവജലം, ജീവരക്തമാണ് ഓരോ ദിവ്യബലിയിലും സംഭവിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ അഭിഷേകം കാസിയും പീലാസും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലി അർപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കർത്താവിൻ്റെ കാൽവരി ബലിയ, അവൻ്റെ ചങ്ക് തുറക്കപ്പെടുന്നുണ്ട്, അവിടെ ജീവജലം ഒഴുകുന്നുണ്ട്. അവിടെ നിന്നാണ് ജീവൻ്റെ ശരീരം അല്ലെങ്കിൽ ശരീരവും രക്തവും ഒഴുകപ്പെടുന്നത്. അതാണ് ഭക്ഷിക്കേണ്ടത്. അത് ഭക്ഷിക്കുമ്പോഴാണ് ബന്ധനം അഴിയുന്നത്, അത് ഭക്ഷിക്കുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അത് വരുമ്പോഴാണ് തിന്മയുടെ അന്ധകാര ശക്തി വിട്ടുപോകുക, മാറ്റങ്ങൾ സംഭവിക്കുക, സൗഖ്യം സംഭവിക്കുക, ശരീരത്തിലെ ബന്ധനം അഴിയും. പക്ഷേ മക്കളെ, വിശ്വാസം വേണം. മക്കളെ, ദൈവമക്കളെ, വിശ്വാസം വേണം. പരിശുദ്ധ കുർബാനയെ വിശ്വാസം വേണം. അത് നഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണിത്. മനുഷ്യർ പറയും അങ്ങോട്ട് വയ്ക്കുള്ളൂ, ഇങ്ങോട്ട് വയ്ക്കുള്ളൂ. പലവിധ പ്രബോധകർ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. ദൈവവചനത്തെ, പരിശുദ്ധ കുർബാന ചെറുതാക്കുന്ന മക്കള്. കാട്ടുകൂട്ടി ബലിയർപ്പിച്ചിട്ട് കാര്യമില്ല, കാട്ടുകൂട്ടി അതിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും തള്ളി നീക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് കുർബാന തീരാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അതിൽ ജീവനോടെ പങ്കെടുക്കണം. കാരണം നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളിലുള്ള ബന്ധനങ്ങൾ അഴിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി, ജീവൻ നൽകാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സത്യമാണ് പരിശുദ്ധ കുർബാനേതാണ്. സുവിശേഷം പഠിക്കുമ്പോൾ കാണാൻ പറ്റുമോ? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആദി മാതാപിതാക്കളെ പൈശാചിക ശക്തി വഞ്ചിച്ച ഒരു വലിയ സംഭവം. ആ വചനം ഒന്ന് വായിക്കാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യമൃഗങ്ങളിൽ വെച്ച് കൗശലമേറിയതായ സർപ്പം അത് സ്ത്രീയോട് പറഞ്ഞു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങൾ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേഗം കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ എന്താ സംഭവിച്ചെന്താ? ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവുക. അവർ സംഭവിച്ചെന്താ? ദൈവം വിലക്കപ്പെട്ട കനി, ദൈവം പറയാം അത് പറിച്ചു കഴിക്കരുതെന്ന് പറയുമ്പോൾ സാത്താൻ അത് പറിച്ചു കഴിക്കാൻ പറയുക.
ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി മനുഷ്യനെ ഒരു ഭക്ഷണത്തിലേക്ക് നയിക്കുക. അപ്പോൾ ചില ചോദിക്കും, ഇത് അച്ചോ ഇതെന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് അതവിടെ സൃഷ്ടിച്ചത്? അങ്ങനെ മനുഷ്യന് അപകടകരമായ ഒന്നാണെങ്കിൽ അത് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പ്രിയപ്പെട്ട മക്കൾ, അതല്ല എൻ്റെ അർത്ഥം, അതല്ല. അതായത് ഈ പ്രപഞ്ചത്തിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു, എല്ലാത്തിൻ്റെയും പരമാധികാരിയായിട്ട് മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാം മനുഷ്യനുള്ളതല്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭക്ഷണവും അവനുള്ളതല്ല, എല്ലാ പഴങ്ങളും അവനുള്ളതല്ല. ചിലത് കഴിച്ചാൽ അവൻ മരിക്കും, ചിലത് കഴിച്ചാൽ അവൻ ജീവിക്കും. സാത്താൻ പറയും, ഇത് രുചികരമാ, ഇത് ഭക്ഷിച്ചാൽ നിനക്ക് അല്പം കൂടെ സുഖം കിട്ടും, സന്തോഷം കിട്ടും. ലോകത്തിന്റെ വെള്ളം അത് കുടിക്കുക, ഇത് കുടിച്ചാൽ നിനക്ക് കുറെ ആനന്ദം കിട്ടും. അതാണ് സമരക്കാരി ലോകത്തിന്റെ ജലം കുടിച്ച് നടക്കുന്നവളോട് പറയുക, നിന്റെ ദാഹം തീരണമെങ്കിൽ ഈ ലോകത്തിന്റെ ജലം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ ചെയ്യേണ്ടത് ജീവജലം കുടിക്കുക, ജീവജലം കുടിക്കുക, അത് സ്വീകരിക്കുക. അപ്പോഴാണ് നിന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഇതാണ് നമുക്ക് കാൽവരിയിലൂടെ ഒരുക്കി തന്നത്. തൻ്റെ തിരുശരീരവും തിരുരക്തവും വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അത് ഭക്ഷിച്ചാണ് നമ്മൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കേണ്ടത്, നമ്മുടെ ദാഹം തീർക്കേണ്ടത്. ഈ തലമുറയ്ക്ക് ഈ ദാഹം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വിശ്വാസത്തോടെ ബലിപീഠത്തെ സമീപിക്കുന്നില്ല, ആൾക്കാരെ സമീപിക്കുന്നില്ല, വിശ്വാസത്തോടെ ചെയ്യുന്നില്ല. ഒരു കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന പോലെ നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല. യഥാർത്ഥമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ഗാഗുൽത്താമലയുടെ കുരിശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അവിടെ നിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ തിരുശരീരം ഇറങ്ങി വരികയാണ്. അവൻ്റെ അസ്ഥികളിലേക്ക്, മാംസത്തിലേക്ക്, മജ്ജയിലേക്ക്, രക്തത്തിലേക്കല്ല ഇത് വ്യാപിക്കും. ഞാൻ പറയും, ഒരു കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ എല്ലാം സംഭവിക്കണം. അവിടെ സംഭവിക്കാത്തൊന്നും ഉണ്ടാകരുത്, അതിന് പുറത്തൊന്നും സംഭവിക്കാനും പാടില്ല. ഇതിനകത്താണ് സംഭവിക്കേണ്ടത്. മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിട്ടുതലും സംഭവിക്കേണ്ടത് ഈ ബലിക്കുള്ളിലാണ്. ഗാഗുൽത്താമലയുടെ ബലിയാണ്, അല്ലാതെ ഇത് കർമ്മമല്ല, വേറൊരു പരിപാടിയല്ല. ഇത് ബലിയാണിത്, അനുഭവമാണ്, സഭാപിതാക്കന്മാരുടെ അനുഭവം. ആദിമ നൂറ്റാണ്ട് തൊട്ട് ഇന്ന് വരെ 2000 വർഷം നീണ്ടു നിൽക്കുന്ന കർത്താവിന്റെ തിരുസഭ എന്തോരം അനുഭവമുള്ള ആളുകളുണ്ട്. എത്ര വിശുദ്ധരായെങ്കിൽ അന്ന് എന്തായിരുന്നു, അവർ വിശുദ്ധ ബലിക്ക് പോകുമായിരുന്നു, വേറൊന്നുമല്ല. എന്നാ വിശുദ്ധ ഗ്രന്ഥമൊക്കെ ഉണ്ടായത്, എന്നാണ് നമ്മൾ സുവിശേഷം എന്ന ഈ സംഭവം നമ്മുടെ കയ്യിലോട്ട് രൂപപ്പെട്ടിട്ട് അനേകം വർഷങ്ങൾ, ഒത്തിരി ആളുകളായിട്ടില്ല, ഒത്തിരി നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. ദൈവജനത്തിന് എല്ലാ വചനഭാഗങ്ങളും വായിക്കാൻ പറ്റിയിട്ട് കാലങ്ങൾ ഒത്തിരി ആയിട്ടില്ല, വളരെ കുറച്ച് നാളെ. അതിന് മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത് പഠിക്കണം, എങ്ങനെയാണ് സഭ വളർന്നത്, എങ്ങനെ രക്തസാക്ഷികളുണ്ടായി, അനേകം വിശുദ്ധരാത്മാക്കളുണ്ടായി, കാലഘട്ടം പഠിക്കണം. ആ കാലഘട്ടത്ത് ആരവരെ ഒന്നും പഠിപ്പിക്കാനില്ല. ആകെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ആകെ ദൈവജനം ചെല്ലുന്നത് ഒന്ന് വിശ്വാസ പ്രമാണം. അതേ ഉള്ളവർക്ക് പ്രാർത്ഥന എന്ന് പറയാൻ വിശ്വാസ പ്രമാണം. അവർ ദിവസം 3, 4, 5 തവണ അവർ വിശ്വാസ പ്രമാണം ഉരുവിടും, വേറും ചെയ്യില്ല. 2 ചെയ്യുന്നത് അവർക്ക് സഭാപിതാക്കന്മാരിലൂടെ അപ്പസ്തോലന്മാരോടെ കിട്ടിയ പരിശുദ്ധ കുർബാന. അത് അവർ വിശ്വാസത്തോടെ, ഭയത്തോടെ, വിറയലോടെ അവർ അർപ്പിക്കും. അത് അർപ്പിക്കുമ്പോൾ ബന്ധനഴിഞ്ഞു പോവുകയാ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോവുകയാ, അന്ധകാരം വിട്ടുപോവുകയാ, അത്ഭുതങ്ങൾ നടക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി ഒഴുകാൻ പ്രാർത്ഥിക്കും. പൈശാചിക ശക്തികളിലോട്ട് പോകും. എനിക്കറിയാം, നമ്മുടെ ധ്യാനത്തിൽ വെച്ച് നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ആളുകൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയെന്ന് പറഞ്ഞ് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും മനുഷ്യൻ കുർബാനയുടെ സമയത്ത് സ്തുതിപ്പ് തുടങ്ങിയത് നിർത്താൻ പറ്റുന്നില്ല, സ്തുതിപ്പ് നടക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് കർത്താവിന്റെ അഭിഷിക്തൻ ബലിപീഠത്തിൽ അല്ലെങ്കിൽ ദിവ്യരഹസ്യങ്ങളുടെ മേൽ, കാസിയുടെ ബിലാസിയുടെ മേൽ കുരിശാകൃതിയിൽ കൈകൾ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച നിമിഷം സഭയോട് സഭയാണ് വിളിക്കുന്നത്. സഭ വിളിച്ച് പ്രാർത്ഥിച്ച അതിനുശേഷം കാണുക ഒരു മനുഷ്യൻ സ്തുതിച്ചുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താ ചോദിക്കും, ഈ സമയത്ത് അഭിഷേകം നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകം എവിടെയാണെന്ന് പറഞ്ഞ് തേടി നടക്കുന്നൊരു കാലഘട്ടം. എവിടെ പോയാൽ അഭിഷേകം കിട്ടും, ആരുടെ അടുത്ത് പോയാൽ അഭിഷേകം കിട്ടും, ഏത് ധ്യാനകേന്ദ്രത്തിലാണ് അഭിഷേകം കൂടുതൽ, ഏത് ധ്യാനകേന്ദ്രത്തിൽ അഭിഷേകം കുറവ്, ഇതിങ്ങനെ ചകഞ്ഞ് മനുഷ്യനെ ഇന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ, നമുക്ക് തെറ്റുപറ്റിയിട്ടില്ലേ? ശരിക്കും അഭിഷേകം ഇവിടെ ഇരിക്കുന്നത്, ഈ അഭിഷേകം ദൈവം ഓടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ഉറവയല്ലേ ഉള്ളൂ. ആ ഉറവ എവിടുന്ന? കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് പുറപ്പെട്ട ഉറവയല്ലേ ഉള്ളത്. കർത്താവിൻ്റെ ചങ്കിലേക്ക് പടയാളി ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു ഉറവയല്ലേ ഉള്ളൂ. ആ ഉറവയല്ലേ പരിശുദ്ധ കുർബാന. ആ കുർബാനയുടെ ശക്തി നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എത്രയോ നേരത്തെ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. നാട് നീളോ കർത്താവ് എന്താ എല്ലാവരും ഓടിക്കുകയല്ല. ഇവിടുന്ന് അമേരിക്കയിൽ പോയി ധ്യാനം കൂടുക, അമേരിക്കയുള്ളവൻ ഇവിടവും ധ്യാനം കൂടുക, ഇവിടെയുള്ളവൻ അടുത്ത രാജ്യത്തേക്ക് പോയി. എന്തിനാ പോകുന്നത്? എന്താ പ്രശ്നം? അങ്ങോട്ടല്ല പോകേണ്ടത്. ദൈവം നിന്റെ രാജ്യത്തിൽ അവിടെ ഒരു ബലിപീഠം ഒരുക്കി വെച്ചിട്ടുണ്ട്.
ആ ബലിപീഠത്തിങ്ങ പോയിട്ട് വിശ്വാസത്തോടെ വിശ്വസിക്കണം. കർത്താവ് ഒരുക്കിയത് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് അതിൽ നീ പങ്കുചേരണം. പങ്കുചേരുമ്പോൾ കൃപയ്ക്ക് മേൽ കൃപ, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം നിൻ്റെ മേൽ വന്ന് നിറയപ്പെടും. അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന അതിസുന്ദരമായ ഒരു തിരുവചനമാണ് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തു നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇത് ഇറങ്ങി വരുന്ന ആരാ? ഓരോ ദിവസവും വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തു നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇത് പരിശുദ്ധ കുർബാനയാണിത്. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു ശബ്ദം ഞാൻ സ്വരം കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോട് ഒത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നിൽക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അത് കർത്താവിൻ്റെ കൂടാരം നമ്മുടെ നടുവിലേക്ക് വന്നു കഴിയുമ്പോൾ പഴയതെല്ലാം കടന്നു പോകുമെന്നാ പറയുന്നത്. ആദിമസഭയിലെ ഏറ്റവും വലിയ വചനം എന്താ? സുവിശേഷത്തിലെ അതിപ്രധാനമായ വചനമായിട്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ് അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 40-41 വചനങ്ങൾ. അവർ മറ്റു വചനങ്ങളാലും പത്രോസ് മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവാനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ആദിമ സഭയുടെ നടുവിൽ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു മക്കളെ. ആ ബലിപീഠമാണ് അവിടെ ശക്തി സ്രോതസ്സായി നിന്നത്. അവിടെ നിന്നാണ് സഭ വളർന്ന്, അവിടെ നിന്നാണ് വിശുദ്ധരുണ്ടായത്, അവിടെ നിന്നാണ് ലോകം മുഴുവൻ സുവിശേഷം വ്യാപിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടം അഭിഷേകം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ അഭിഷേകത്തിൻ്റെ ഉറവ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ആ ബലിപീഠം അത് വിശ്വാസത്തിൽ നിന്ന് കാണാൻ പറ്റട്ടെ. അതിൻ്റെ മുമ്പിലിടുന്ന ദൈവമേ എന്നൊന്ന് ഹൃദയം ഒരുക്കി ഒന്ന് വിളിക്കട്ടെ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കൃപ ലഭിക്കും. അവിടെ നടക്കുന്ന അനുഗ്രഹം കിട്ടും. അപ്പോൾ ഈ ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ ബന്ധനം അഴിഞ്ഞു പോകും, പൈശാചിക ശക്തികൾ വിട്ടുപോകും, അന്ധകാരം വിട്ടുപോകും. അവൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ ജീവൻ്റെ അപ്പം അത് കാണാനുള്ള കണ്ണ് നമുക്ക് തുറക്കപ്പെടട്ടെ. വെറൊരു അപ്പമല്ല നമ്മുടെ മുമ്പിരിക്കുന്ന, വെറൊരു അപ്പമായിട്ട് കാണുന്ന പാപത, സാത്താന്റെ ബുദ്ധിയത, ദൈവമക്കൾക്ക് അവിശ്വാസം കൃപ കിട്ടാത്തതിന്റെ കാരണം എന്താ? വിശ്വാസകർ എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വചനം, വിശ്വാസം വഴി കൃപയാലാ നാം രക്ഷപ്പെട്ടത്. വിശ്വാസം വഴി കൃപ. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വചനം നമുക്കറിയാം. അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലാണ് എങ്കിൽ അവൻ അഭിമാനിക്കാൻ വകയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലല്ലെന്ന് മാത്രം. അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്തല്ല, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ബലിപീഠത്തെ, കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന തൻ്റെ ശരീരത്തെ, രക്തത്തെ, തൻ്റെ കാൽവരി ബലിയെ വിശ്വസിച്ച് അത് സ്വീകരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത രക്ഷ കിട്ടുകയാണ്. നമ്മുടെ കാരണവന്മാർ ദൈവത്തെ അറിഞ്ഞ വേറൊരു വഴിയിലൂടെയല്ല, വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ കുർബാനയുടെ കൃപ ഇന്ന് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ആരാധന സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അങ്ങയുടെ മഹത്വം പ്രകടമാകണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജീവന്റെ അപ്പത്തിന്റെ മുമ്പിലാണ് നിൽക്കുക. ഞങ്ങളെ രക്ഷിക്കുന്ന അടയാളമാണിത്, ഞങ്ങളെ രക്ഷിക്കുന്ന സാന്നിധ്യമാണിത്, ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ജീവന്റെ അപ്പം വിശ്വസിക്കുന്നു കർത്താവേ. ജീവജലമാണ് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം കുറവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കും കർത്താവേ. ഈ സമയത്ത് ഞങ്ങളുടെ ശക്തി പ്രകടമാകണമേ കർത്താവേ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കൃപയൊടുക്കണേ കർത്താവേ. പാപത്തിന്റെ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഈശോയെ സ്വീകരിക്കാൻ അങ്ങ് ദൈവമക്കൾ ഒരുക്കണേ കർത്താവേ. എല്ലാ ഹൃദയങ്ങളും ഒരുക്കപ്പെടട്ടെ. പാപാന്ധകാരം വിട്ടുപോകട്ടെ. അനുതാപത്തിന്റെ അഭിഷേകം കൊടുക്കണമേ കർത്താവേ. ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ കഴുകണമേ.
അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ കഴുകണമേ, ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണേ കർത്താവേ, കൃപ തരണമേ കർത്താവേ, ബന്ധനം അഴിക്കണേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ, സാത്താന്റെ കെട്ട് അഴിയട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ, ദുഷ്ടപിശാചുക്കൾ കീഴടങ്ങട്ടെ, എല്ലാ പാപക്കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ, തലമുറകളുടെ ബന്ധനം അഴിയട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, പാപക്കെട്ടഴിയട്ടെ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. കർത്താവെ എല്ലാ മക്കളും വിശ്വസിക്കാൻ ഇടയാകട്ടെ. കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ. സമരയക്കാരിയിൽ പ്രവർത്തിച്ച ദൈവമേ, അവളെ പുതിയ വ്യക്തിയാക്കി മാറ്റിയ കർത്താവെ, വലിയ പ്രേക്ഷതയാക്കി മാറ്റിയ കർത്താവെ, ഈ സമയത്ത് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെ പുതിയ വ്യക്തികളാക്കണമേ. തീരുമാനമെടുക്കാൻ വിഷമിക്കുന്ന മക്കൾ, ചില പ്രതിസന്ധി നിൽക്കുന്ന മക്കൾ, വിശ്വാസക്കുറവ് അനുഭവിക്കുന്ന മക്കൾ, ഒത്തിരി മനസ്സ് തകർന്നിരിക്കുന്ന മക്കൾ, ആരോടും പറയാനാവാത്ത ദുഃഖങ്ങളുമായിട്ട് നിൽക്കുന്ന മക്കൾ, കർത്താവേ അങ്ങ് അവർ പ്രവർത്തിക്കണമേ. അങ്ങയുടെ ശക്തമായ പ്രവർത്തനം ഇപ്പോൾ അവരിലേക്ക് ഒഴുകണമേ. അങ്ങയുടെ കാൽവരി ബലിയോട് ശക്തി അവരിലേക്ക് ഒഴുകണമേ. അങ്ങയുടെ ചങ്കിൽ നിന്നൊഴുകുന്ന ജീവജലം, ജീവരക്തം എല്ലാ മക്കളിലേക്ക് കൊടുക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് ദൈവമേ, ഓരോ മകൻ്റെയും മകളുടെയും ചെറുതും വലുതുമായ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ എല്ലാ വേദനകളും, എല്ലാ ആവശ്യങ്ങളും കർത്താവേ സമർപ്പിക്കുന്നു. ഇടപെടണമേ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുത രോഗശാന്തി സംഭവിക്കട്ടെ. ഈ സമയത്ത് ഈ മക്കളുടെ കുടുംബങ്ങളിലെ പൈശാചിക ബന്ധനം അഴിഞ്ഞു പോകട്ടെ, സാത്താന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. മാനസാന്തരപ്പെടാതെ കഠിന ഹൃദയരായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് കൃപ ഒഴുകപ്പെടട്ടെ. കർത്താവേ ഏറ്റെടുക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ ഇടവരുത്തണമേ. റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ അങ്ങയുടെ അരൂപിയിലൂടെ അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ. കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കണമേ. സ്വയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രക്ഷപ്പെടാൻ വേണ്ടി നാടുനീളം ഓടി നടക്കുന്ന മക്കളാണ് ഞങ്ങൾ. എവിടെയാണ് രക്ഷ? ആരാണ് രക്ഷകനെന്ന് ഓടി നടക്കുക? പക്ഷെ അങ്ങ് ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്, അങ്ങ് ഞങ്ങളുടെ അൾത്താരയിലുണ്ട്, അങ്ങ് ഞങ്ങളുടെ സക്രാരിലുണ്ട്. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലി അത് അങ്ങാണ് അർപ്പിക്കുന്നത്. കർത്താവെ, അങ്ങാണ് അർപ്പിക്കുന്നത്. അതറിയാൻ, അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവെ. കരുണയായിരിക്കണേ കർത്താവെ. ഞങ്ങൾ ആരെങ്കിലും അങ്ങയുടെ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അങ്ങയുടെ ദിവ്യ രഹസ്യത്തെ അപമാനിക്കുകയും തള്ളിപ്പറയുകയും വിശുദ്ധി കൂടാതെ ബലി അർപ്പിക്കുകയും ബലി പങ്കുചേരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തെറ്റുകൾക്ക് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട്, ഞങ്ങളുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട്, ഞങ്ങളുടെ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ട് ഓരോ ദിനത്തിലും ബലിയർപ്പിച്ചുകൊണ്ട് ആ ബലിയുടെ ശക്തി, കൃപ ഞങ്ങൾ സ്വന്തമാക്കാൻ ഇടവരുത്തണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാം സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന, ഓ എൻ്റെ ദൈവമേ, ആരാധന, 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 ഓ എൻ്റെ യേശുവേ, ആരാധന, 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 ഓ എൻ്റെ ഈശോയേ, ആരാധന. യേശുവിന്റെ നാമത്തിൽ എല്ലാ മക്കളും സുഖം പ്രാപിക്കും. തിരുവോസ്തിയുടെ ശക്തി ലോകത്തിലേക്ക് വ്യാപിക്കട്ടെ. ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ ഒടുക്കണം. ബലിയുടെ ദുഷ്ടപിശാച് ഈ സമയത്ത് കീഴ്പ്പെടണം. കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. രോഗശാന്തി സംഭവിക്കണം. പരിശുദ്ധ